ഒരു വസ്തുതയുണ്ട്. ആശ്വസിപ്പിക്കുന്ന വസ്തുത പ്രത്യാശയാണ്. സ്തോത്രം. പ്രത്യാശയാണ്. എന്താണ് നമ്മുടെ പ്രത്യാശ? നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവനോടെ കാണാം. ഒരു കാലത്തും വേർപാടില്ലാത്ത ഒരു നിത്യമായ വാസം നമുക്ക് അവരോടുകൂടെ കഴിക്കുവാൻ കഴിയുമെന്നുള്ള ആ വലിയ പ്രത്യാശ നമ്മുടെ അന്തർഭാഗത്തുള്ളത് കൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ജീവനുള്ള ആ പ്രത്യാശയെക്കുറിച്ച് പൗലോസ് പറയുന്നത് ജീവനുള്ള പ്രത്യാശ എന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇതൊരു വെറും ഒരു ആശ മാത്രമല്ല, ഇതിനകത്ത് തുടിക്കുന്ന ഒരു ജീവനുണ്ട്. എൻ്റെ കർത്താവിൻ്റെ വരവെന്ന് പറയുമ്പോൾ വിശുദ്ധന്മാരുടെ അന്തർഭാഗത്ത് ഒരു തുടിപ്പുണ്ട്. എൻ്റെ കർത്താവ് വരുന്നു എന്നുള്ളതായിരിക്കുന്ന. അതുകൊണ്ട് ഇന്ന് പകലുകാലം ഈ സായനവേളയിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയ തോമസ് ബ്രദറിനെ എത്രയും വേഗം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. എന്താണെന്നറിയാമോ? ആമേൻ കർത്താവേ, നീ വേഗം വരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽകാല സന്ധ്യാകാശാനുകളിലായിരിക്കും നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കാര്യം. ഈ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള കർത്താവേ, നീ എത്രയും വേഗം വരണം. നമ്മളെ പേർപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം ഒന്നിച്ച് കാണുവാൻ കഴിയുന്ന ആ തുറമുഖം, നാം അവിടെ പാടിയതുപോലെ ആ ബ്യൂട്ടിഫുൾ ഷോറിൽ നമുക്കൊന്നിച്ച് കാണുവാൻ കഴിയുന്ന ആ ദിനത്തെ ഓർത്ത് നമ്മൾ ആ മീൻ കർത്താവേ വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഭൗതിക ശരീരം ഇവിടെ സംസ്കരിക്കണം. നമ്മളെ വളരെ വളരെ നമ്മെ അദ്ദേഹത്തിന് ഒരു യാത്രയ്ക്ക് കൊടുക്കുവാൻ, അദ്ദേഹത്തെ യാത്ര അയക്കുവാൻ നമ്മൾ വന്നിരിക്കുന്ന ആ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടായി നമ്മൾ വീണ്ടും കാണാം. പ്രത്യാശിക്കാൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിദ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, നിര്യാണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പല പദങ്ങൾ വേദപുസ്തകത്തിൽ വിശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല പല പദപ്രയോഗങ്ങൾ ഈ മരണത്തെക്കുറിച്ച് വിശുദ്ധന്മാർ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാരെല്ലാം പറഞ്ഞത് പ്രത്യാശയുടെ വചനങ്ങളാണ് പറഞ്ഞത്. ഇത് വിശ്രമമാണെന്ന് പറഞ്ഞു, നിര്യാണമാണെന്ന് പറഞ്ഞു, ഇത് നിദ്രയാണെന്ന് പറഞ്ഞു. ഇതെല്ലാം പ്രത്യാശയുടെ വചനങ്ങളാണ്. കാരണം വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി നമുക്ക് എത്രയും വേഗം കാണാം എന്നുള്ള ആ വലിയ ആശാ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയ ഏരിയാമ്മ സിസ്റ്ററെ, കുഞ്ഞുങ്ങളെയും കർത്താവെ പ്രത്യേകം ആശ്വസിപ്പിക്കട്ടെ. എനിക്ക് ഏരിയാമ്മ സിസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു പദപ്രയോഗം ഞങ്ങൾ കാറെ വന്നപ്പോഴും അത് പറയുകയുണ്ടായി. പറഞ്ഞെന്താണെന്നറിയാമോ? എനിക്ക് തോമസിന്റെ ഭാര്യയായി തീർന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എന്നും അഭിമാനിക്കാനുള്ള വസ്തുതയാണെന്ന് പറഞ്ഞത് ഉൾക്കൊള്ളുവാൻ കഴിയേണ്ട ശക്തമായ ഒരു പദപ്രയോഗം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുമ്പോൾ അത്രയും ഒരു അഭിമാനം അന്തർഭാഗത്തുണ്ടെങ്കിൽ ദാറ്റ്സ് മോർ ദാൻ സഫിഷ്യന്റ്. എല്ലാറ്റിനേക്കാളും അതാണ് ഏറ്റവും വലിയ കാര്യം. കർത്താവ് തനിക്ക് ഏൽപ്പിച്ച ശുശ്രൂഷകളും സേവനങ്ങളും എല്ലാം തികച്ചിട്ട് താൻ വിശ്രമിക്കുവാൻ കർത്താവ് തന്നെ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രിയ തോമസ് ബ്രദറിനെ നമുക്ക് സമാധാനത്തോടെ കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് യാത്ര അയക്കാം. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ അവസരം ഞാൻ അനുശോചനയോടെ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ എൻ്റെ ലോക്കൽ സഭയുടെയുമായ എല്ലാ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു. ഞങ്ങളെ നിരന്തരമായി ഈ തോമസ് ബ്രദറിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയായി ഞങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തൻ്റെ അവസ്ഥ അറിഞ്ഞ് നിരന്തരമായി ദൈവസന്നിധിയിൽ ഞങ്ങളുടെ മീറ്റിങ്ങുകളിലെല്ലാം ഞങ്ങൾ വിഷയം വെച്ച് പ്രാർത്ഥിക്കും. കർത്താവിന് പ്രസാദം തോന്നി തൻ്റെ ദാസനെ വിളിച്ചു ചേർക്കുവാൻ. ആകയാൽ തൻ്റെ ദാസനെ വിളിച്ചു ചേർത്തു. ദുഃഖരികളെല്ലാം പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവിടെ ശുശ്രൂഷ കുഴിമാടത്തിങ്കൽ വെച്ച് നടത്തുന്നതിന് മുമ്പായുള്ള വേദപാരായണങ്ങൾ നമ്മളിവിടെ വെച്ച് നടത്തുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാർ നിയോഗിക്കപ്പെട്ടവർ ചില വാക്യഭാഗങ്ങൾ ഇവിടെ വെച്ച് വായിച്ച് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കൊഫിനെടുക്കാൻ സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യം ഒരാളും 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഒരാളും 35 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ ഒരാളും 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ വേറൊരാളും. കർത്തദാസന്മാർ മാറി മാറി വായിച്ചാട്ടെ. പ്രത്യാശാ വചനങ്ങളാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. മരിച്ചവരെ കുറിച്ചുള്ളതായിരിക്കുന്ന വ്യക്തമായ കാഴ്ചപ്പാട് തരുന്നത് ലോകത്തിൽ ഈ തിരുവചനം മാത്രമേ ഉള്ളൂ.
പലർക്കും പല അഭ്യൂഹങ്ങളുണ്ടെന്നാൽ മരിച്ചവരുടെ അവസ്ഥ എന്താകുമെന്നും അവരുടെ ഭാവി എന്തായിരിക്കുമെന്നും വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, ഒരാളത്വത്തോടുകൂടി അല്ലെങ്കിൽ വ്യക്തമായ ഒരു രൂപരേഖ നമുക്ക് നൽകുന്നത് ഈ തിരുവചനമാകിയാൽ ഈ തിരുവചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും ഇത് ശ്രദ്ധാപൂർവം വായിച്ച് കേട്ട് ഇതിൻ പ്രകാരം എല്ലാവരും ജീവിച്ച് കർത്താവിൻ്റെ വരവിൽ കാണുവാൻ ഒരുങ്ങിയിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വരവിൽ ഈ തോമസ് ബ്രദർ നിൽക്കുമ്പോൾ വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മരിച്ചവർ മുമ്പേവർക്കും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് അവിടെ ചെല്ലും. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അവിടെ കാണുമെന്ന് ഉറപ്പില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് സന്ധ്യാകാലം ഇന്ന് കർത്താവായ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് ദൈവ സേവയിൽ ദൈവഭക്തരായി നിങ്ങൾ ജീവിച്ചാൽ ദൈവത്തിന് സ്തോത്രം. കർത്താവ് പ്രത്യക്ഷരാകുമ്പോൾ നിങ്ങളും ഉയർത്തെഴുന്നേറ്റ് ഈ തോമസ് ബ്രദറിനെ എന്നേക്കും കാണുവാനും എന്നേക്കും കൂടെ വാഴുവാനും തക്കവണ്ണം ഇടയായിത്തീരും എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസന്മാർ ഓരോരുത്തരായിട്ട് ദൈവവചനം വായിച്ചാൽ മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറഞ്ഞത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളെന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവൻ കൊണ്ട് നശിച്ചുപോയ നാം ഈ ആയുഷിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ശക്തമായ വാക്യമാണ്. നീ മരിച്ചുപോയത് ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, ഒരു ചരിത്രമാണെങ്കിൽ, ഒരു സത്യമാണെങ്കിൽ നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. തിന്നുക, കുടിക്കുക, ചാകുക. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഉയർത്തെഴുന്നേറ്റ് വന്ന ആളുകളുടെ സ്ഥിതി എന്താണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ പറഞ്ഞു ഓരോരുത്തരും അവരവരുടെ നിലയിലത്രേ. അപ്പൊ ഇന്ന് സായാഹ്നം ഇവിടെ ഇരിക്കുന്നവർക്കണം, എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരുപോലല്ല. സ്വർഗത്തിൽ നാം ഓരോരുത്തർക്കും ഓരോ നിലവാരമുണ്ടായിരിക്കും. അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്തതിന് തക്കതുവണ്ണമായി നമുക്കെല്ലാവർക്കും ന്യായവിധി ഉണ്ടായി. ഓരോരുത്തരും അവനവന്റെ സ്ഥാനത്തിന് തക്കതുവണ്ണം പ്രാപിച്ച് നിത്യതയിൽ വിവിധ നിലകളിൽ പ്രശോഭിക്കുന്നവരായിരിക്കും ഉയർത്തെഴുന്നേറ്റ് വരുന്നവർ. ആകയാൽ നമുക്ക് നല്ലൊരു ഉയർത്തെഴുന്നേറ്റ് ലഭിച്ച് നല്ലൊരു നിലവാരം സ്വർഗത്തിൽ പ്രാപിക്കുവാൻ കഴിയേണ്ടതിന് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുകയും നമ്മൾ ആ വാഴകൂടും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും കർത്താവിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്താൽ നമ്മൾ അവിടെ ആദരിക്കപ്പെടുന്ന ഒരു ദിനമുണ്ട്. ആ ദിനത്തെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ നമ്മുടെ ജീവിതം. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷിയുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം ഓവണ്ണം തന്നെ
ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ എഴുതിയിരിക്കുന്നത് സ്വർഗീയന്റെ ശരീരം നമുക്ക് പ്രാപിക്കുവാൻ തക്കോണം കഴിയും. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ ആകയാൽ അവനോട് സദൃശന്മാരായി നമ്മൾ തീരും. നമ്മുടെ കർത്താവിനേക്കാൾ ഒട്ടും കുറഞ്ഞ നിലവാരത്തിലല്ല, നമ്മുടെ കർത്താവിനെ പോലെ തേജസ്സുള്ളവരായി അവനോട് താതാത്മ്യം പ്രാപിച്ച് ഒരു വലിയ അനുഭവത്തിലാണ് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ ശരീരം കിട്ടുവാൻ പോകുന്നെന്ന് ഇവിടെ ദൈവത്തിന് നമ്മളോട് പറയുന്നു. ഇനി അടുത്ത 50 മുതൽ 58 വരെ. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഉയർപ്പ് എങ്ങനെ സംഭവിക്കുമെന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ, കാഹളം ധ്വനിക്കുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ പ്രൈസ് ദി ലോർഡ് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും രൂപാന്തരപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നാം ഇത് സംഭവിക്കത്തില്ലെന്ന് പറയുവാൻ നമുക്ക് കഴിയാത്ത നിലയിൽ സംഭവിക്കുമെന്നുള്ളതായിരിക്കുന്ന ബഹുനിശ്ചയത്തോടെ പൗലോസ് പറയുകയാണ്, കർത്താവ് നിദ്ര അല്ല, അവൻ അന്തികാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ പ്രൈസ് ദി ലോർഡ് നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. നമ്മൾ രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആ വലിയ മാറ്റത്തെ ഓർത്ത്, ആ ഉയർപ്പിനെ ഓർത്ത്, ആ അനുഭവത്തെ, അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ഇന്ന് സന്ധ്യാകാലം ഒരിക്കൽ കൂടെ ഓർത്ത് ധ്യാനിച്ച് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് ഏതു നേരം വരുമെന്ന് നാം അറിയുന്നില്ല. പ്രിയമുള്ളവരെ, അവനെപ്പോൾ വേണമെങ്കിലും വരാം. നീ എത്ര അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ലെന്ന് ഇരിക്കുന്ന ആ ദൈവവചനം നമുക്കായിട്ടുള്ളത് കൊണ്ട് ഇന്ന് സായാഹ്ന വേളയിൽ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഒരു പക്ഷെങ്കിൽ ഈ ബോഡി അടക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ കാഹളം ധ്വനിച്ചാൽ നമ്മൾ ഇവിടുന്ന് കടന്നു പോകണം. ഇവിടെ ഈ സെമിത്തേരിൽ നിൽക്കുന്ന ആരും ഇവിടെ ശേഷിക്കപ്പെടുവാൻ പാടില്ല. എല്ലാവരും ഒരുപോലെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടണം. ഇന്ന് ഈ കാഹളം ഈ സമയത്ത് ഊതിയാൽ നമ്മുടെ തോമസ് ബ്രദർ ആയിരിക്കും ആദ്യം ഉയർത്തിരുന്നത്. പിന്നെ നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്നും നമ്മുടെ കർത്താവിനോട് കൂടെ നാം ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് ഇന്ന് സന്ധ്യാകാലം ഇവിടെ ഇരിക്കുന്ന സംബന്ധിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ അങ്ങനെ ഓരോരൊപ്പ് പ്രാപിച്ചു പോകണം. ഈ ബോഡി അടക്കുന്നതിന് മുമ്പ് എന്റെ കർത്താവ് വന്നാൽ, കാഹളം ധ്വനിച്ചാൽ, പ്രിയ തോമസ് ബ്രദറെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കാണുമോ എന്ന് ഇന്ന് പലകാലം ഒരു പ്രാവശ്യം കൂടെ ശോധന ചെയ്തിട്ട് അനുഭവം പ്രാപിച്ച് ഇവിടെ കടന്നു പോകണമെന്ന് കർത്തൃദാസന്മാരായി ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പലകാലം കർത്താവ് ധാരാളമായി ആ അനുഭവത്തിലേക്ക് എല്ലാവരും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വാക്യം, 2 വാക്യം കൂടെ വായിച്ചിട്ട് ഇവിടുത്തെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. യോഹന്നാൻ 5:24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ തന്നെ ജീവനുള്ളവനാകുമാറ്
പിതാവ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു പുനരുത്ഥാനമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവാസകാലം നമുക്ക് ഭയത്തോടെ കഴിക്കാം. യോഹന്നാൻ 11:25-26 വാക്യങ്ങൾ. യേശുവും ജീവനുമാകുന്നു. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേൻ. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിൽ ഒരുവൻ മരിച്ചാൽ അവൻ ജീവിക്കും. ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവൻ മരണം കാണാതെ എടുക്കപ്പെടും. അതാണ് രൂപാന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് സായാഹ്ന വേളയിൽ ഇവിടെ കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു പുനരുത്ഥാനമുണ്ടെന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നിശ്ചയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ ആ വരവിൽ പുനരുത്ഥാനം പ്രാപിക്കുവാൻ ഒരുക്കമുള്ളവരായി നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഈ തോമസ് ബ്രദർ പുനരുത്ഥാനം പ്രാപിക്കുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതായ വാക്യങ്ങൾ ഈ തോമസ് വേണ്ടി പറഞ്ഞതല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ വാക്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രത്യാശയുടെ പുതുക്കത്തോടെ ഈ ഭൗതിക ശരീരം നമുക്ക് ഈ സെമിത്തേരിയിൽ സംസ്കരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടുത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. അവിടെ 2 ഭാഗങ്ങളോട് വായിച്ച് നമുക്ക് അവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. കാണാനുള്ളവർക്ക് ഇനിയും കാണുകയോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ അടച്ച് ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാവുന്നതാണ്. ഒരിക്കലേവനും മരിക്കും നിർമ്മയം